അർജുൻ ഒരു കപ്പ്, ജാസ്മിൻ ഒരു കപ്പ്, ജാസ്മിൻ ഒരു കപ്പ്, അർജുന്. ജാസ്മിൻ ഒരു കപ്പ്, അർജുൻ ഒരു കപ്പ്, അർജുൻ ഒരു കപ്പ്, ജാസ്മിന്. ജാസ്മിൻ അർജുൻ, അർജുൻ അർജുൻ ജാസ്മിൻ. ജാസ്മിൻ അർജുൻ, ജാസ്മിൻ ജാസ്മിൻ, അർജുൻ അർജുൻ ജാസ്. ഞാനിപ്പോൾ പാടിയ പാട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നും തോന്നത്തില്ല. പക്ഷേ ഈ പാട്ട് നിങ്ങളൊന്ന് ഇരുത്തി ഒന്നും കൂടി കേട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ അർത്ഥം ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശരി, നിങ്ങൾ പറ, ആരൊക്കെയാണ് കപ്പ്? അർജുനാണോ ജാസ്മിനാണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം കേട്ടാ. വെറുതെ അങ്ങടും ഇങ്ങടും കിടന്ന് ചാടി കളിക്കരുത്. അതെനിക്കൊരു മാതിരി ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. ആദ്യമൊക്കെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള സ്കീമിലായിരുന്നു ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ അടിച്ച് മിന്നിക്കല്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മെല്ലെ 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 അർജുൻ എങ്ങനെ ഇനി കപ്പ് കൊടുക്കുമോ എന്നുള്ള രീതിയിലായി ആളുകളുടെ ഒരു ചിന്ത. അർജുൻ ഒരു കപ്പ്, വൈ? അതെന്താ അങ്ങനെ? ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് എന്താ വിവരമില്ലേ? പൊട്ടന്മാരും പൊട്ടികളുമാണോ ഇത് കാണുന്നേ? അറിയാൻ മേലാഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും കൊള്ളണ്ട, പൊട്ടികൾക്കും പൊട്ടന്മാർക്കും മാത്രം കൊണ്ടാൽ മതി. ഇനിയിപ്പോൾ എല്ലാവർക്കും കൊണ്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൊട്ടനും പൊട്ടിക്കും മാത്രം കൊള്ളുക. ആദ്യമൊക്കെ ജാസ്മിനെതിരെ ഭയങ്കരമായ ചീത്തവിളിയും ബഹളമൊക്കെ കമൻറ്റ് ബോക്സുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ഈ പ്രോമോ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ താഴെയൊക്കെ പോയി നോക്കിയാൽ ജാസ്മിൻ അഗെയിൻസ്റ്റുള്ള ചീത്തവിളികളും പരിപാടികളൊക്കെ ആയിരുന്നു. ആ സമയത്തൊന്നും അങ്ങനെ അർജുന് ചീത്തവിളികളും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അർജുൻ പി ആർ ഈ പരിപാടിയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ജാസ്മിൻ പി ആർ മാത്രമായിരുന്നു കൂടുതലും കാണുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇപ്പോഴും ജാസ്മിനെതിരെയുള്ള ചീത്തവിളികൾ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ബട്ട് അർജുനെതിരെയുള്ള ചീത്തവിളികളും ബഹളങ്ങളും ഹൈ ലെവലിലുള്ള ഡീഗ്രേഡിങ്ങും പരിപാടികളൊക്കെ ഇപ്പോൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത് എവിടുന്നാണ് ഇത്തരത്തിലുള്ള സാധനം പെട്ടെന്ന് പൊട്ടി പുറപ്പെടുന്നത് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദ്യം ഈ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ ഒരു നിഗമനം നടത്തിയ ആൾക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ഉറപ്പിൻ്റെ പുറത്താണ് അമ്മാതിരി സാധനങ്ങൾ അടിച്ചു വിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്? നിങ്ങളൊന്ന് പറ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അടിച്ചു വിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്? അത് എന്തുറപ്പിൻ്റെ പുറത്തായിരുന്നു? അതിലെന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാതെ പെട്ടെന്ന് ഈ അർജുൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അർജുന് കപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചിന്ത എവിടെ നിന്നാണ് കടന്നുകൂടുന്നത്? അപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക? ഇതൊക്കെ ജസ്റ്റ് ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ ഒരു രസത്തിനങ്ങ് കാച്ചി വിടുന്നൊരു പരിപാടി മാത്രമാണ്. അങ്ങനെ ജാസ്മിന് കൊടുക്കാൻ ശരിക്കും ബിഗ് ബോസിന് ഉദ്ദേശമുണ്ടോ, അർജുന് കൊടുക്കാൻ ശരിക്കും ഉദ്ദേശമുണ്ടോ? അതിനൊന്നും ഒരു ക്ലാരിറ്റിയോ കൃത്യതയോ നത്തിങ്. ദിസ് ഈസ് ജസ്റ്റ് എന്താ പറയുക, അടിച്ചുവിടൽ. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത്തൊരു കാര്യം, ഇവിടെ ആർക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ ഒന്ന് സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ല, അല്ലെങ്കിൽ ഒരു നഷ്ടവുമില്ല. ഈ ഒരു ഫാക്റ്റ് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ജോലിക്ക് പോയി കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 3 നേരം ആഹാരം കഴിക്കാനും ഏമ്പക്കം വിടാനുള്ള ഭാഗ്യം ഉണ്ടാവും. മനസ്സിലായ? ഇപ്പം ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോയ അർജുൻ ആയിക്കോട്ടെ, ജാസ്മിൻ ആയിക്കോട്ടെ, ജിൻഡോ ആയിക്കോട്ടെ, അവർക്ക് ആർക്കെങ്കിലും കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും. അവർക്ക് എന്താണ് സന്തോഷമായിട്ട് അവരുടെ ജീവിതവും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അവർക്ക് ലാഭം. ഇവിടെ കടന്നിട്ട് ഈ കപ്പ് കോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് മിന്നിച്ച് കമൻ്റ് ഇടുന്നവന്മാർക്ക് എന്ത് കിട്ടും? വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മോണിറ്ററി ബെനിഫിറ്റ്, ലാഭമുണ്ട്. ഈ കമൻ്റ് ഇട്ട് മെഴുകുന്ന ആൾക്കാർക്ക് എന്ത് പുണ്ണാക്ക് കിട്ടുന്നുള്ളതാണ് ചോദ്യം. ഒറ്റ ചോദ്യം. ഈ ഊഹാപോഹം കൊണ്ട് അടിച്ചു വിടുന്നതിന് എന്താണ് മാസക്കൂലിയോ ദിവസക്കൂലിയോ? ഈ
അർജുനെ ഉടായ്പ എന്ന് പറയുന്നുണ്ടല്ലോ ആൾക്കാർ. എനിക്ക് സത്യം പറയാലോ, ഇനി എന്നെ അർജുൻ്റെ നാണം കെട്ടവന്മാരെ അർജുൻ്റെ PR ആക്കിക്കോ, ഐ ഡോണ്ട് കെയർ. നിലപാടില്ലാത്തവന്മാരോട് എന്ത് പുണ്ണാക്ക് പറയാൻ വേണ്ടിയിട്ടാ. ആദ്യം എന്നെ പറഞ്ഞത് ജാസ്മിൻ്റെ PR എന്താണ്, ജാസ്മിന് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കാൻ വേണ്ടി വന്നവൻ, അല്ലെങ്കിൽ എന്താണ് വള്ളം പൂശാൻ വേണ്ടി വന്നവൻ എന്നുള്ള രീതിയിലാണ് കൊണച്ചവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മെല്ലെ അർജുനെ ആളുകൾ ഉടായ്പ എന്ന് പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ട് ഉടായ്പ പറയുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അർജുൻ്റെ PR ആക്കിയോ. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്, ഉറച്ചൊരു സ്ഥലത്ത് നിൽക്ക്. അതിനൊരു മര്യാദയുണ്ട്. അറ്റ് എ ടൈം ഒരേ PR ഒന്നും ഒരാൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. എന്താ തല തീട്ടാണ് അതിരിക്കി വെച്ചിരിക്കുന്നത്. അർജുനെ കഴിഞ്ഞ എനിക്ക് ജാസ്മിൻ്റെ PR എന്നുള്ള പേര് കിട്ടുന്ന ആ സമയം തൊട്ട് തന്നെ അർജുൻ്റെ ഒരു ഗ്രോത്തിനെ കുറിച്ചിട്ട് ഞാൻ മെല്ലെ അന്നേ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 1-2 ആഴ്ച മുന്നേ ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഡാം ഷുവർ അർജുൻ ഭയങ്കര വലിയ ഗെയിമറോ അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അങ്ങനെയൊന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അങ്ങേര് ചില ടാസ്കൊക്കെ വരുന്ന സമയത്ത് ഉഷാറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം നോറേനെയൊക്കെ അവതരിപ്പിച്ച പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില ആ സമയത്തൊക്കെ അർജുന് സ്ക്രീൻ സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. അത് വെറുതെ അങ്ങോട്ട് നാണമില്ലാണ്ട് അവന് സ്ക്രീൻ സ്പേസ് കൊടുത്തൊന്നുമല്ല. അവൻ ചെയ്ത സാധനം, അവൻ പെർഫോം ചെയ്ത സാധനങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവൻ പെർഫോം ചെയ്ത സാധനങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്, ഹി വാസ് പെർഫോമിങ് വെൽ. അതുകൊണ്ട് അയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി. അത് ഇവിടെ ഈ ജിൻഡോ ഫാൻ, ജാസ്മിൻ ഫാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. മനസ്സിലായില്ല? അർജുൻ്റെതായ ഫാൻ ബേസ് ഉണ്ട്. അതല്ലാതെ ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ആ വിഭാഗത്തെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ തൊലിഞ്ഞവന്മാർ മനസ്സിലാക്കാത്തത്? ആ ഓഡിയൻസിന് ഇവരുടെ ഈ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ ന്യൂട്രൽ ഓഡിയൻസ് പോയി വോട്ട് ചെയ്യും. ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റി ബോർഡുകളിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ അർജുൻ അത്യാവശ്യം വോട്ട് ആദ്യത്തെ പോലെയല്ല, മെല്ലെ ഇങ്ങനെ കയറിയിട്ട് അത്യാവശ്യം സപ്പോർട്ട് പരിപാടികൾ ലെവലിലേക്കൊക്കെ ആക്ച്വലി എത്തുന്നുണ്ട്. മനസ്സിലായില്ല? എത്തുന്നുണ്ട്. അത് ഈ പെർഫോമൻസ് കണ്ടിട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ജാസ്മിൻ്റെ PR എന്നുള്ള തരത്തിലുള്ള ചീത്തപ്പേരുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അർജുൻ്റെ ഈ ഗ്രോത്ത് ഞാൻ മനസ്സിലാക്കിയിട്ട് അന്ന് തൊട്ടേ പറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ന്യൂട്രൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അർജുന്. ന്യൂട്രൽ ഓഡിയൻസിൻ്റെ, അർജുൻ ഫാൻസിൻ്റെ മാത്രമല്ല, ന്യൂട്രൽ ഓഡിയൻസിനും അർജുനോടൊരു താല്പര്യം വന്നു തുടങ്ങിയതിൻ്റെ ബേസിസിൽ അയാൾക്ക് ചെറിയ രീതിയിൽ വോട്ട് വരുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട്. അത് വന്നു തുടങ്ങുന്ന സമയത്ത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്താണ് അയാളെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്? അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? അർജുൻ എന്ത് മിസ്റ്റേക്കാണ്? അയാൾ എന്താണ് അതിൻ്റെ അകത്ത് എന്താണ് വേണ്ടാത്ത പണി വല്ലതും കാണിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ വിളിച്ചു പറഞ്ഞോ? അല്ലെങ്കിൽ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിക്ക് ചെയ്യാൻ പാടാത്തൊരു കാര്യം അയാൾ ചെയ്തോ? നത്തിങ്. അയാൾക്ക് കുറച്ച് സപ്പോർട്ട് ഇപ്പം കിട്ടി തുടങ്ങുന്നുണ്ട്. അത് കിട്ടിക്കോട്ടെ. ആരെയാണ് പേടി? ഇവിടെ അർജുന് വോട്ട് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അർജുന് സപ്പോർട്ട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജാസ്മിന് വോട്ട് കിട്ടുന്ന സമയത്ത്, ജാസ്മിന് സപ്പോർട്ട് കമൻറ്റുകൾ കിട്ടുന്ന സമയത്ത്, അതൊക്കെ ജാസ്മിൻ്റെ PR, അർജുൻ്റെ PR എന്നൊക്കെയുള്ള രീതിയിൽ ഇരുന്നിട്ട് എന്താണ് നാണമില്ലാണ്ട് വന്ന് മെഴുകും. എന്താണ് ഇവിടെ അർജുനും ജാസ്മിനും മാത്രമേ ഉള്ളോ PR? അല്ലെങ്കിൽ അവർക്ക് എന്താണ് മാത്രമേ ഉള്ളോ ഇങ്ങനെ ഉള്ള ആൾക്കാർ? സീരിയസ്ലി ഇവിടെ എന്താണ് ഈ പറഞ്ഞ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി? എനിക്ക് അയാളോട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ ഫാൻസ് കിടന്ന് കാണിക്കുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് പരിപാടിയാണ്? സീരിയസ്ലി ചിന്തിച്ചു പോകുന്ന സമയത്ത് അയ്യേന്ന് തോന്നിപ്പോണു. അങ്ങേർക്ക് വോട്ട് കിട്ടുന്നുണ്ട്, അയാളുടെ ഫാൻസാണ്, അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്ന ന്യൂട്രൽ ഓഡിയൻസ് അയാൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് ഉറപ്പിച്ച് ഞാനല്ലാണ്ട് ഞാൻ വിവരം കെട്ടവന്മാരെ പോലെ ഇവിടെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ല. ഞാൻ കാര്യം പറയും. ജിൻഡോന് കിട്ടുന്ന വോട്ട് ജെനുവിൻ വോട്ടാണ്. ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വോട്ടും ജിൻഡോന് കിട്ടുന്നുണ്ട്. ഈ അർജുനും ജാസ്മിനൊക്കെ കിട്ടുന്ന പോലെ ന്യൂട്രൽ ഓഡിയൻസിൻ്റെ വോട്ടും ഈ പറഞ്ഞ ജിൻഡോന് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ജിൻഡോനാണ് ഹയസ്റ്റ് ലെവൽ വോട്ട് ആക്ച്വലി എല്ലാ രീതിയിലും കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. പക്ഷെ ഇവിടെ എന്താണ്, ഞാൻ എല്ലാവർക്കും കിട്ടുന്ന സപ്പോർട്ടിനും എല്ലാവർക്കും കിട്ടുന്ന വോട്ടിനെയും റെസ്പെക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാനതിനെ ജെനുവിൻലി ലോജിക്ക് വെച്ചിട്ടുള്ള രീതിയിൽ ഞാനതിന് എല്ലാ രീതിയിലും എല്ലാവർക്കും കിട്ടുന്ന സപ്പോർട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റുള്ള ചില ആളുകൾ ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോന് PR ഇല്ല. ജിൻഡോ ക്ലീൻ എല്ലാ രീതിയിലും. ജിൻഡോ അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് കയറി ഒറ്റയ്ക്ക് നിന്ന് എന്താണ് പുറത്തുനിന്ന് തന്നെ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി. ഇത്
അങ്ങനെ ചിന്തിക്കുന്നത് എന്തോ ജിൻഡോ മാത്രം ഒരു വലിയ ആള്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എന്തോ അലമ്പ്, അവർ PR കൊണ്ട് മാത്രം നിൽക്കുന്നവർ, അല്ലെങ്കിൽ അവരൊക്കെ ഫേക്ക്, അവർ ചെയ്യുന്നത് മൊത്തം തെണ്ടിത്തരം, അവർ ചെയ്യുന്നത് മൊത്തം അങ്ങനെ ഇങ്ങനെ. അതെന്താ അങ്ങനെ? അതാണ് ഈ ജിൻഡോ മാത്രം പെർഫെക്റ്റും ബാക്കിയുള്ള ആൾക്കാർ മൊത്തം ഉടായ്പ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ പോർട്രേ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാണുന്ന സമയത്ത് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം തോന്നുന്നത്. അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ലല്ലോ. അത് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു പരിപാടിയല്ല. ആ പ്രോമോൻ്റെ ഒക്കെ താഴെ പോയി നോക്ക്. ആ മറ്റേ ഗബ്രിയൊക്കെ വന്ന ആ പ്രോമോൻ്റെ താഴെ അതിനുശേഷം മറ്റേ എന്താണ് മോഹൻലാലിൻ്റെ എന്തോ ഒരു ഫിനാലയുടെ എന്തോ ഒരു സാധനം പറഞ്ഞുകൊണ്ടൊരു പ്രോമോ വന്നിട്ടായിരുന്നു. അതിൻ്റെ ഒക്കെ താഴെ പോയിട്ടുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്. എജാതി ഹെയ്റ്റ് സ്പ്രെഡാണ് ആക്ച്വലി നടക്കുന്നത്. അർജുൻ എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ഉടായ്പ എന്ന് പറയുന്നത്? എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ. ഞാൻ എന്ത് ചൊറിയും, നിങ്ങൾ പറയണം. അർജുൻ എൻ്റെ ഇന്നലെ വിട്ട വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരാൾ പറയുകയാണേ, എന്താണ് അർജുൻ ഉടായ്പ തന്നെയാണ്, അവൻ്റെ മുഖം കണ്ടറിയാമെന്ന്. അതെങ്ങനെയാണ് ഒരാളുടെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് ഒരാൾ ഉടായ്പാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ അത് വ്യക്തിപരമായിട്ട് ഒരാളെ അറിയില്ല, ഒരാളിനെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. അയാളിനെ ഈ ഒരു ഷോയിൻ്റെ അകത്ത് കണ്ടിട്ടൊരു പരിചയം മാത്രമാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. അങ്ങനെ ഒരാളെ നമുക്ക് എങ്ങനെയാണ് ഉടായ്പാണോ അല്ലേ എന്നുള്ളത് കാര്യം ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തേണ്ടി പരിചയങ്ങളല്ലേ അവർ? അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഉടായ്പാണെന്നും പറഞ്ഞുകൊണ്ട് എന്തുടായ്പാണ് അർജുൻ്റെ? പറയൂ, എന്തുടായ്പാണ് അർജുനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഈ ബോട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് ബോട്ട് ഹോട്ട്സ്റ്റാറിൽ കൊണ്ടുപോയിട്ട് ഈ ബോട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആരുടെ ഫാൻസോ ആരുടെ ഹേറ്റേഴ്സോ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ബോട്ട് അടിച്ചു എന്ന് വെച്ചോട്ടെ, ഹോട്ട്സ്റ്റാർ എന്താ അവിടെ എന്താണ് പറയുക, എന്താണ് പറയില്ല, വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഹോട്ട്സ്റ്റാർ എന്താ വല്ല പൊട്ടന്മാരാണ് ഹോട്ട്സ്റ്റാർ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നിന്നൊക്കെ എന്താ കിഴകന്മാരാണ് ഇരിക്കുന്നത്? ബോട്ട് പരിപാടികളൊക്കെ ഒരു പരിധി വരെ അടിക്കാൻ പറ്റില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ ബോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും, അല്ലെങ്കിൽ അത് എന്താണ് പറയുക, അത് അവിടെ വാലിഡ് ആയിട്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ല? അത് വേറെ രീതിയിൽ വർക്കാവുന്നൊരു സാധനമാണ് ഈ ബോട്ട് എന്ന് പറയുന്നൊരു സാധനം. അതിപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ശരി, ഇപ്പോൾ ബോട്ട് വിട് ശരി, വോട്ട് എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അർജുൻ്റെ ഫാൻസൊക്കെ എന്തോ ബോട്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്നതൊക്കെ ബോട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോൾസിൽ ആൾക്കാർ അടിച്ചു വിടുന്നൊക്കെ ബോട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് ഇപ്പോൾ ആളുകൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് വെച്ചോ, അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് എഗ്രി ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതൊക്കെ ബോട്ട് ഫോളോവേഴ്സ്, അതൊക്കെ ബോട്ട് ഫാൻസ്, ബോട്ട് PR, ബോട്ട് വോട്ട്, അവർക്ക് കിട്ടുന്നൊക്കെ ബോട്ടുകളാണ്, അവർക്ക് കിട്ടുന്നൊക്കെ ഫേക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ മാത്രം റിയല്, നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾ മാത്രം അടിപൊളി, കിട്ടില്ല, പൊള്ളിമച്ചാൻ, സൂപ്പർ, അയാൾക്ക് കിട്ടുന്നൊക്കെ കിട്ടില്ല, പക്ക വോട്ട്സ്, പക്ക ഫാൻസ്, പക്ക സപ്പോർട്ട് അല്ലേ, അയാൾ മാത്രം ഗംഭീര കിടിലൻ സാധനം ആണോ? അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കഷ്ടം എന്നല്ലാണ്ട്, പരമകഷ്ടം എന്നല്ലാണ്ട് എന്ത് പറയണ്ട്. അർജുനെ പിന്നെ ഇപ്പോൾ കിട്ടിയ ചാൻസിൽ മറ്റേ ജാൻമണിൻ്റെ സാധനം പറഞ്ഞുകൊണ്ടാണ് കൊളുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. മുത്തേ, ഞാനൊരു കാര്യം പറയാ, പ്രേക്ഷകരെ, ജാൻമണി അർജുനും തമ്മിൽ എന്താ വിഷയം പോലും ആർക്കും ഇവിടെ അറിയില്ല. അത് അവരുടെ വ്യക്തിപരമായ സംഭവമാണ്. ഇവിടെ ഇന്നലെയൊക്കെ പലരും ടൈറ്റിൽ അടിച്ച് ഇറക്കാൻ തുടങ്ങി. അർജുൻ ജാൻമണി ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക്. ധാരണയൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല കേട്ടോ, ആർക്കും ഉറപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ആർക്കും ഇവിടെ ക്രിമി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് അങ്ങനെയൊന്നും അല്ല സംഭവം, അങ്ങനെയൊന്നും അല്ല കഥ. പക്ഷെ ഇങ്ങനെ ചുമ്മാ അങ്ങനെയൊക്കെ ടൈറ്റിലൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് അങ്ങനെ അവരെന്തോ ചാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, ഇങ്ങനെയായിരിക്കാം, മറിച്ചതായിരിക്കാം, മറ്റതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഊഹാപോഹങ്ങളൊക്കെ അടിച്ച് വിടുന്നുണ്ട്. ഊഹങ്ങൾ. അതെന്താണ് ഈ ഫിനാലയോടുകൂടി അടുക്കുന്ന സമയത്ത്, അതാണ് എനിക്ക് സംശയം വരുന്നത്. എന്താണ് ഈ ഫിനാലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ആസ്കിങ് ബ്രോസ് ആൻഡ് സിസ്റ്റേഴ്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്താണ് ഫിനാലെ അടുക്കാറാവുമ്പോഴേക്കും എന്താണ് ഇത്തരത്തിലുള്ള ലെവലിലേക്കൊക്കെ താണിറങ്ങി പോകുന്നത്?
ഇത്രയും നാൾ ജാസ്മിൻ മാത്രമേ ഇരയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജാസ്മിന് കൂട്ടായിട്ട് അർജുനും എരേ. വൈ ഇസ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്? പേടിക്കണ്ട കേട്ടോ, ആരും പേടിക്കണ്ട സീരിയസ്ലി മാൻ. എങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ സത്യം പറയാലോ, ഞാൻ എല്ലാവരെയും വിമർശിച്ച് സംസാരിക്കും, സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ ലോജിക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിനെ താണ്ടിയിട്ട് പൊട്ടം ബുദ്ധി വെച്ചിട്ട് പൊട്ടം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജിൻഡോനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമുള്ള, ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഗെയിമേഴ്സോ പരിപാടികളൊന്നുമില്ല. പക്ഷെ പറയുന്ന കാര്യം ജെന്യുവിനായിട്ട് പറയണ്ടേ. ഉള്ളതിൽ ജിൻഡോന് വോട്ട് കൗണ്ട് വളരെ ജാസ്തി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അയാൾക്ക് തന്നെയാണ് ഫാൻ ബേസും ഒക്കെ ആക്ച്വലി ഉള്ളത്. സോ ആരും പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ജിൻഡോന് കിട്ടില്ല, അർജുൻ എങ്ങാനും കയറി വരും, അർജുൻ എങ്ങാനും കപ്പ് കൊണ്ട് പോകുക എന്നുള്ള ഭയം കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കടന്ന് കരയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങനെ നാണം കെട്ട് മൂക്ക് ഒലിപ്പിച്ചിട്ട് കരഞ്ഞിട്ട് സമയം കളയണ്ട. നിങ്ങൾ കടന്നുറങ്ങും, മൂത്രമൊക്കെ ഒഴിച്ചിട്ട് മണിയും കഴുകിയിട്ട് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ജയിച്ചോളും, കപ്പ് കിട്ടും. പിന്നെ ജിൻഡോന് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു. ഇപ്പം ഈ അടുത്തായിട്ട് ജിൻഡോന് സ്ക്രീൻ സ്പേസ് ഒന്നും കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കാത്തതാ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ ജിൻഡോന് സ്ക്രീൻ സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് കളി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആരാ പെർഫോം ചെയ്യുന്നത്, ആരാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവർ പുറത്തേക്ക് സാധനം വിടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് TRPയും ബിസിനസ്സും ഒക്കെ റൺ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ വെളിക്ക് വിടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നിങ്ങൾ നോക്ക്, ജാസ്മിൻ്റെ കുറേ നല്ല മൊമെൻറ്റ്സ് ഒന്നും അവർ കാണിച്ചിട്ടില്ല വെളിയിലേക്ക്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാ? ആരെങ്കിലും പറയണ്ടാ അതൊക്കെ? ആരെങ്കിലും പറയണ്ട? അത് പറയണ്ട, നിങ്ങൾ പറ. ആരെങ്കിലും അതിനെക്കുറിച്ചിട്ട് പറയണ്ട? ജാസ്മിൻ്റെ എല്ലാവരും പറയണ ഈ ജിൻഡോൻ്റെ കുറേ നല്ല മൊമെൻറ്റ്സ് ഒന്നും കാണിച്ചില്ല. ജിൻഡോൻ്റെ അത് കട്ട് ചെയ്തു, അർജുൻ്റെ അത് കാണിച്ചു എന്നാ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ കാലത്തും പച്ചത്തറിയും പൊലയാട്ടും വിളിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ ഉണ്ടല്ലോ, ജാസ്മിനെ വിളിച്ചുകൊണ്ടിരുന്നല്ലോ ആൾക്കാർ. ആ ജാസ്മിൻ്റെ തന്നെ ഈ ജാസ്മിനെ ഫേവർ ചെയ്യുന്ന ബിഗ് ബോസേ, ജാസ്മിനെ ഏഷ്യാനെറ്റ് ഫേവർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ജാസ്മിന് കപ്പ് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ പൂപ്പ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ മെഴുകുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെന്താണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടാത്ത? ജാസ്മിൻ്റെ കുറേ നല്ല മൊമെൻറ്റ്സ് ഒന്നും അവർ സംപ്രേഷണം ചെയ്തിട്ടില്ല, എപ്പിസോഡിൽ അവർ കാണിച്ചിട്ടില്ല. ലൈവിൽ വന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പല നല്ല മൊമെൻറ്റ്സും ജാസ്മിൻ്റെ അവർ സ്കിപ്പടിച്ച് വിട്ടിട്ടുണ്ട്. അവരൊന്നും എപ്പിസോഡിലേക്ക് കാണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അത് വലിയ കംപ്ലൈൻ്റ് ആയിട്ട് പൊക്കി പിടിച്ചുകൊണ്ടൊന്നും വരത്തൊന്നുമില്ല. അത് കാണിച്ചില്ല, കണ്ടോ, ജിൻഡോനൊരു കപ്പാ ഉദ്ദേശം, അർജുനൊരു കപ്പാ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട വർത്താനം കൊണ്ട് ഞാൻ വരില്ല. കാരണം എന്താ വെച്ചാൽ ഐ നോ ദിസ് ഈസ് ബിസിനസ്, ദിസ് ഈസ് ജസ്റ്റ് ബിസിനസ്. അതതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള ആളുകൾക്കും അറിയാം ഇത് ബിസിനസ്സാണ്. ലൈക്ക് നമ്മളെ എങ്ങനെ അവർ പോർട്രേ ചെയ്യുന്നുള്ളത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോവും, പോസിറ്റീവായിട്ട് പോവും. അതൊക്കെ അവരുടെ എഗ്രിമെൻറ്റിലും അല്ലെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് എഗ്രി ചെയ്തിട്ടാണ് അവരൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നിരിക്കുന്നത്. സോ അവർക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ചിട്ട്, മനസ്സിലായി? അവരതിനെക്കുറിച്ച് എതിർക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ ഒരു ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു കഴിവും ബുദ്ധിയും ഉണ്ടാവണം. എന്നാലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ കാര്യങ്ങൾ. എന്നാൽ നിങ്ങളെല്ലാവരും ഒരുപോലെ കണ്ടുപറ. ജാസ്മിൻ്റെയും പലതും അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. ഇത്രക്കൊക്കെ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഷോ തുടങ്ങുന്ന സമയത്തെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ചില ആൾക്കാർ ചോദിക്കും, ഇവിടെ യൂട്യൂബേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞിട്ട്, ഞാനത് എഗെയിൻ പറയാം, ചില ആൾക്കാർക്കുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താണ് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് മാത്രം പറയുന്നത്? യൂട്യൂബിൻ്റെ അകത്ത് പലരും ഇരുന്നിട്ട് ഓരോന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവരോരോന്ന് പറയുന്നത് കൊണ്ടല്ലേ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന പ്രേക്ഷകർ അങ്ങനെ മാനിപ്പുലേറ്റഡ് ആവുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറയുന്നുണ്ട്. യൂട്യൂബേഴ്സിനെ പേടിച്ചിട്ടാണോ നിങ്ങൾ അവരുടെ പേരൊന്നും പറയാത്തത് എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചായിരുന്നു. അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാം. ആരെയും ഒരു പേടിയുമില്ല, മനസ്സിലായി? ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനു പേടിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദിത്യൻ ചേറ്റൂർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് കണ്ടു, യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ട്.
യൂട്യൂബ് മാറ്റി വെച്ച് കഴിഞ്ഞാലും എനിക്കൊരു ജോലിയുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, എൻ്റേതായൊരു ലോകമുണ്ട്. പിന്നെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ, എങ്ങനെയാ, ആരാ, എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ഉണ്ട്. അപ്പോൾ ഈ പേടിച്ചിട്ടാണോ നിങ്ങൾ അവരെക്കുറിച്ച് മിണ്ടാത്ത, ഇവരെക്കുറിച്ച് മിണ്ടാത്ത എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കണ സമയത്ത് ഫസ്റ്റ് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ അത്ര വളരണം, എന്നെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് ജഡ്ജ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അറിയാതെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ അവരുടെ പേരും കോപ്പൊന്നും പറയാത്തത് ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. മനസ്സിലായില്ല? ഇവരുടെ പേര് പറഞ്ഞിട്ട് അവരെ മെൻഷൻ ചെയ്തിട്ട് അവരെ ഊക്കുക എന്നുള്ളതല്ല, ആ ഉദ്ദേശം കൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഇവിടെ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്ന അവരുടെ നിലപാടുകളോടോ അവരുടെ രീതികളോടൊക്കെ എനിക്ക് എതിരെ അഭിപ്രായം ഉണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഞാൻ വരാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവരുടെ വ്യക്തിപരമായിട്ട് അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ പറയുന്നു. മനസ്സിലായില്ല? അവർ പറയുന്നു, ഓക്കെ, അവർ പറയുന്നു. അവരുടെ അടുത്ത് ചെയ്യേണ്ട പറയാൻ ഞാനാളല്ല. ബട്ട് അത് കാണാൻ പോകുന്നൊരു വലിയ കൂട്ടം ആളുകളുണ്ട്. ഈ വലിയ കൂട്ടം ആളുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് വേണം, ചിന്തിക്കാനുള്ള ബുദ്ധി വേണം. ചിന്തിക്കണം, തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കണം. ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളും. റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അവനവൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും പരിപാടികളൊക്കെ അവനവനൊന്ന് ഇരുന്ന് ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പ്രേക്ഷകർ ഒരിക്കലും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ റിവ്യൂസ് മാത്രം കണ്ടിട്ട് അവർ കേട്ടത് ശരിയോ തെറ്റോ എന്ത് പുണ്ണാക്കോ എന്ന് ചിന്തിക്കുപോലും ചെയ്യാതെ അത് അങ്ങനെ എടുത്ത് വിഴുങ്ങിയിട്ട് പക്കം വരാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരിങ്ങനെ അവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ടതും വന്നോണ്ട് ഇപ്പുറത്ത് വന്നിട്ട് തുപ്പുമ്പോൾ ആ തുപ്പൽ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നും. മനസ്സിലായ? അപ്പുറത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടല്ല എനിക്ക് വിഷയം വരുന്നത്. അപ്പോൾ കാരണം അവരവരുടെ പരിപാടി നോക്കി അവർ ചെയ്യണം. പക്ഷെ അത് കാണുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ അവരവരുടേതായിട്ടുള്ള അഭിപ്രായം, അവരവരുടേതായിട്ടുള്ള ചിന്താശക്തി വേണ്ടേ? അതില്ലാത്ത കമൻറ്റുകൾ കാണുമ്പോഴാണ് എനിക്ക് പ്രൊവോക്ക് ആവുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. നിങ്ങളെല്ലാവരും ഇങ്ങനെ സില്ലിയായിട്ട് ചിന്തിക്കല്ലേ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബിഗ് ബോസ് ഓഡിയൻസ് എന്താ പൊട്ടന്മാരാണോ, വിഡ്ഢികളാണോ? എനിക്കത് പലപ്പോഴും തോന്നാറുണ്ട്. എല്ലാവരും എല്ലാം പറയുന്നത് അങ്ങനെ പലരും വിഡ്ഢികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലുള്ള വലിയ പ്രേക്ഷകരെ എനിക്ക് വിഡ്ഢികളായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രോമോൻ്റെ താഴെ പോയി നിങ്ങൾ നോക്ക്, പല പ്രോമോൻ്റെ താഴെ പോയി നിങ്ങൾ നോക്കി നോക്കുക, പ്രോമോസിൻ്റെ താഴെ പോയി നോക്ക്, കുറേ വിഡ്ഢികളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കാലത്ത് ജാസ്മിൻ്റെ PR-കളുടെ വിളയാട്ടം, ജാസ്മിൻ്റെ ഒരു കപ്പ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം മാറിയിട്ട് അത് നേരെ അർജുൻ്റെ നേർക്ക് സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ തിരിഞ്ഞൂന്ന്, അർജുനൊരു കപ്പ് എന്നുള്ള ലെവലിലേക്ക് തിരിഞ്ഞൂന്ന്. നിങ്ങൾ ഈ ഇരട്ടത്താപ്പുകളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കുക. അതെന്താണ് ഈ മാറി മാറി വരുന്നേ? പറയാൻ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ ഞാൻ ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചിന്തിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കാണുന്നത് മാത്രമല്ല റിയാലിറ്റി. കുറച്ചും കൂടി വൈഡായിട്ട് ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, ഏത് വിഷയമായിക്കോട്ടെ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കമൻറ്റ് ബോക്സിൽ തുപ്പി മെഴുകാൻ വേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഞാൻ സിമ്പിളി ഇപ്പോൾ ഈ എന്തൊക്കെയാണ് പറയുന്നത്, ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിൻ്റെ അച്ഛൻ കുറേ കാശ് ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കാശ് ഇറക്കുന്നുണ്ട്, ഇവർക്ക് കാശ് ഇറക്കുന്നുണ്ട്, അവർ PR പണിക്ക് വേണ്ടി അങ്ങനെ ആക്കട്ടെ. ഇതൊക്കെ എവിടെ നിന്നുള്ള ഊഹാപോഹങ്ങളും കൊണ്ട് കിട്ടുന്നതാണ് ഈ പ്രേക്ഷകർക്ക് ഈ നിഗമനങ്ങളൊക്കെ. വേറെ പണിയൊന്നുമില്ല. ഇവിടെ കുറേ പശുക്കൾ ഇങ്ങനെ അപ്പിയിട്ട് നടക്കുന്നുണ്ട്. അവരുടെ ചന്തി കഴുകാൻ ആളില്ല. അവരുടെ ചന്തി വല്ലതും കഴുകി കൊടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ എന്തൊക്കെ ഊഹങ്ങളും കൊണ്ടാണ് ദൈവമേ വരുന്നത്. ചിലതൊക്കെ കാണുന്ന സമയത്ത് ഈശ്വര ഇതൊക്കെ വല്ല പ്രാന്താലയാണോ തോന്നും. ഈ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ പ്രാന്താലയാണെന്ന് തോന്നും. അജാതി വെട്ടലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി ലൂസേഴ്സ്. തലച്ചോറ് വെച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത കുണ്ടി വെച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഈ ഷോ കാണുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? ഇനിയിപ്പോൾ ഗബ്രി കയറുന്നുണ്ട്, എൻ്റെ പൊന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ, ഇനിയിപ്പോൾ എന്തൊക്കെ ആൾക്കാർ ഉണ്ടാക്കുമോ എന്തോ. ഈശ്വര, എനിക്കിപ്പോൾ ഇനി അതൊക്കെ ആലോചിക്കുമ്പോഴാണ്. അതിൻ്റെ പ്രോമോയിൽ കണ്ടോ നിങ്ങൾ? അതിൻ്റെ പ്രോമോ കണ്ട? ഈ ഗബ്രി വരുന്നതിൻ്റെ പ്രോമോൻ്റെ താഴെ പോയിട്ട് ആൾക്കാർ ഭയങ്കര അലമ്പാണ്. സദാചാരം വാരി തുപ്പുണ്ട് അതിൻ്റെ അകത്ത് പോയിട്ട്.
ഇപ്പോഴേ നിഗമനവും ഊഹങ്ങളൊക്കെ തുടങ്ങി, അടിച്ചു വിടുന്നുണ്ട് A+ സാധനങ്ങൾ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ആദ്യം ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തവന്മാരൊക്കെ അർജുൻ ഒരു കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് 2 തന്തയ്ക്ക് പുറത്ത സ്വഭാവമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരോടാണ് എൻ്റെ ചോദ്യം. ഈ ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ആ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ പറയാൻ കുറേ കാരണങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ജാസ്മിൻ, പുറകിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ഷോ ഡയറക്ടറുമായിട്ട് എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജാസ്മിൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഫേവറിസം കിട്ടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഉറപ്പിച്ചോ സീസൺ 6 ജാസ്മിന് വേണ്ടിയിട്ടാണ്, ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇവർ പോകുന്നത്, അത്രയ്ക്കും ഫേവറിസം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കമൻറ്റ് ബോക്സിൽ അർജുന് ഫേവറിസം കിട്ടുന്നുണ്ട്, അർജുനൊരു കപ്പ് കൊടുക്കാനാണ് ഇവരുടെ പ്ലാൻ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് എന്താണ് അർജുനും എന്താ അഡ്ജസ്റ്റ് ചെയ്തു? അപ്പോൾ നിങ്ങൾ ഈ ജാസ്മിൻ്റെ പേരും അർജുൻ്റെ പേരും ഒക്കെ ഇതേ വിഷയം പറഞ്ഞിട്ട് ഇവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തതയില്ല, അല്ലെങ്കിൽ ഉറപ്പില്ല എന്നുള്ളതല്ലേ അർത്ഥം? ഉറപ്പില്ല എന്നുള്ളതല്ലേ അർത്ഥം? അപ്പം നിങ്ങൾ ഇത്രയും നാളും ഈ ജാസ്മിനെ ഇതും പറഞ്ഞ് സ്ലട്ട് ഷെയിം ചെയ്തത് നിങ്ങൾ ചെയ്തത് തെണ്ടിത്തരമല്ലേ? സ്ലട്ട് ഷെയിം ചെയ്ത് കമൻറ്റ് ചെയ്ത ആൾക്കാർ തെണ്ടിത്തരല്ലേ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു? നിങ്ങൾ പറയും എന്തോരം കാര്യങ്ങൾ പറഞ്ഞു ജാസ്മിനെ കുറിച്ചിട്ട്, സ്ലട്ട് ഷെയിമിങ് ചെയ്തിട്ട് എന്തോരം കാര്യങ്ങൾ പറഞ്ഞു. പറയടോ. ഇനി അർജുന അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയോ? പറയും, ചിലപ്പോ പറയും. ഞാനും വീണ്ടും പറയാ, ആർക്കോ കപ്പ് കിട്ടിക്കോട്ടെ. നിങ്ങൾ പ്രേക്ഷകരിങ്ങനെ കൂഷ്മാണ്ഡങ്ങളാവല്ലേ. എന്ത് മലയാളി, എന്ത് സാക്ഷരത, വലിയ വിവരമുള്ള ആൾക്കാരാണ്, മലയാളി പൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വാൾട്ടടിക്കാൻ മാത്രം അറിയാം. കുറേ എണ്ണം എന്താണ് പറയുക, പുരോഗമിച്ചു. ഇടുന്ന ഷർട്ടിൽ പുരോഗമനം ഉണ്ടായി, ഉള്ളിട ജഡ്ഡിക്ക് പുരോഗമനം ഉണ്ടായി. പുരോഗമനം എന്നല്ല, പുരോഗമനത്തിൻ്റെ കാര്യം വിട്, പുരോഗമനം ഒന്നൊരു തീട്ടം ഉണ്ടായിട്ടില്ല. പുരോഗമനം വിട്, ആ വാക്കേ തെറ്റി ഞാൻ പറഞ്ഞതിൽ പോട്ടെ. ഇടുന്ന ഉടുപ്പിൻ്റെ ബ്രാൻഡിലും മാറ്റം ഉണ്ടായി, ഇടുന്ന ജഡ്ഡിയുടെ ഇടുന്ന ഷർട്ടിൻ്റെ ബ്രാൻഡിൽ മാറ്റം ഉണ്ടായി, ഇടുന്ന ജഡ്ഡിയുടെ ബ്രാൻഡിൽ മാറ്റം ഉണ്ടായി, ഇടുന്ന ഷൂവിൻ്റെ ബ്രാൻഡിൽ മാറ്റം ഉണ്ടായി, അടിക്കുന്ന പെർഫ്യൂമിന് എൻ്റെ മണങ്ങൾക്ക് മാറ്റം ഉണ്ടായി, ഹെയർ സ്റ്റൈലിന് മാറ്റം ഉണ്ടായി. ഇതെല്ലാം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇവിടുത്തെ തൊലിഞ്ഞ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ബുദ്ധിപരമായി മാനസികപരമായിട്ട് എന്ത് പുരോഗമനമാണ് ഇവിടെ ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത്? ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. തൊലിഞ്ഞ കാഴ്ചപ്പാടുകളും വൃത്തികെട്ട കാഴ്ചപ്പാടുകളും എന്താണ് ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങളും തൊലിഞ്ഞ നിഗമനങ്ങളും വാക്കങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പറച്ചിലുകളും നിലപാട് മാറ്റിപ്പറച്ചിലുകളും എന്താണ് പറയുക, സാഹചര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കലുകളും ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള വെടല ഓഡിയൻസിനെ കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോവിൻ്റെ അകത്താണ്. അത് ആ ഷോ തല്ലിപ്പൊളി ആയതുകൊണ്ടല്ല. ശരിയാണ്, ഷോവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുറേ എണ്ണന്മാർ തരികിടയാണ് എന്ന് മാരാര് പറഞ്ഞല്ലോ. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, തരികിടകളെ ആഗ്രഹം ഉണ്ടാവും. ആ 2 നാറുകളെ പിടിച്ച് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. വലിയ രീതിയിൽ ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്നൊരു ഷോ ആണ്. അതിൻ്റെ അകത്തേക്ക് വരുന്ന കണ്ടസ്റ്റൻസും പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകരെന്തറിയോ, വലിയ നന്മകരം തൊലിച്ചുകൊണ്ട് നടക്കുന്ന ഓഡിയൻസാണ്. ഈ നന്മകരങ്ങൾ ഇത് കാണുന്ന സമയത്ത് എന്താണ് പറയുക, അതിൻ്റെ അകത്ത് എന്താണ് മേപ്പെട്ട് നോക്കി ഇരിക്കണവന്മാരുണ്ടല്ലോ. ലൈക്ക് ഈ പറഞ്ഞ ഞാനൊന്നും പറയില്ല, വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും, മനസ്സിലായ? കൂടിപ്പോവും വല്ലതും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആദ്യം അവനോ പെർഫെക്റ്റ് ആവും, അവരവർ പെർഫെക്റ്റ് ആണോ നോക്കുക. ഇങ്ങനെ കമൻറ്റ് ബോക്സിലേക്ക് ചിലർ വന്നിട്ട് അവള് മറ്റവളാണ്, വെടിയാണ്, പടക്കമാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, മറിച്ചവനാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കമൻറ്റ് ഇടണവൻ ആരാ? മദർ തെരേസ, അല്ലെങ്കിൽ എന്ത് മഹാത്മാഗാന്ധിയോ, അല്ലെങ്കിൽ എന്ത് പള്ളിയിലച്ഛനോ? നാറ്റക്കണ്ടികളെ. ബാക്കിയുള്ള ആൾക്കാരെ സൈബർ ബുള്ളിയിങ്ങും ഈ സൈബർ അറ്റാക്കും പരിപാടികളോ അല്ലെങ്കിൽ വായ തോന്നി കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇരുന്ന് തൊലിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ എന്ത് ചെറ്റപ്പണിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് അർഹതയുണ്ട് ഈ പറഞ്ഞ എന്താണ് ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ഈ ഇല്ലാവചനം പറഞ്ഞുകൊണ്ടിരിക്കാൻ? എനിക്ക് അപ്പോഴേ ഡൗട്ട് അടിച്ചു. ഈ ജാസ്മിൻ്റെ എഗെയിൻസ്റ്റ് ചീത്തവിളിയും ബഹളങ്ങളും മാത്രമായിട്ട് പോയി തുടങ്ങി. ഞാൻ മെല്ലെ ഈ അർജുൻ്റെ കേസ് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്,
ഐ വാസ് ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് വർത്തമാനം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ അർജുൻ്റെ നൈസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വോട്ടിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ സപ്പോർട്ട് നൈസിൽ കയറി വരുന്നുണ്ട്, ഫാൻസൊക്കെ മെല്ലെ കയറി വരുന്നുണ്ട്, അർജുനോട് ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ ഇങ്ങനെ ആയി വരുന്നുണ്ട്. മിക്കവാറും ജാസ്മിൻ്റെ കൂട്ടത്തിൽ സൈബർ അറ്റാക്ക് അർജുനും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ ആ ഒരു 2 ആഴ്ച മുമ്പ് തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. മനസ്സിലായ? അത് കറക്റ്റായിട്ട് വന്നു. ഇപ്പം സപ്പോർട്ട് അർജുന് മെല്ലെ കിട്ടി തുടങ്ങിയ സമയത്ത് ജിൻഡോൻ്റെ അത്രയൊന്നും വരുന്നില്ല. എന്നാലും പോലും ആൾക്കാർ വെറുതെ ഇത് കിട്ടി തുടങ്ങുമ്പോഴേക്കും പേടിച്ചിട്ട് എന്താണ് ചീത്തവിളി ബഹളങ്ങളും അർജുൻ്റെ എതിരെ വന്നു തുടങ്ങിയെന്നുള്ളതാണ്. ഡീഗ്രേഡിങ് ആയിട്ടുള്ള പരിപാടികൾ വന്നു തുടങ്ങിയെന്നുള്ളതാണ്. ആവട്ടെ ഞാൻ കൊളുത്തി, ആവട്ടെ മനസ്സിലായി ഇതിൻ്റെ പരിപാടി എന്താണെന്നുള്ളത്. ജിൻഡോന് കപ്പ് കിട്ടും, ആര് പേടിച്ച് കരയണ്ട. എവിടെ നോക്കിയാലും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ എന്താണെന്നറിയോ? റിവ്യൂവേഴ്സിൻ്റെ വീഡിയോൻ്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാലും പ്രോമോസിൻ്റെ വീഡിയോൻ്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാലും എന്തിന് സിബിൻ പ്രസ് മീറ്റ് വെച്ച സമയത്ത് അതിൻ്റെ വീഡിയോൻ്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാലും ഈ അവരൊന്ന് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ കോണ്ടക്സ്റ്റുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യും കുറേ ചെകിണികൾ. പ്ലീസ് ജിൻഡോന് വോട്ട് ചെയ്യണം, പ്ലീസ് ജിൻഡോന് വോട്ട് ചെയ്യണേ, വോട്ട് ഫോർ ജിൻഡോ, എന്താണ് ജിൻഡോന് കപ്പ് കൊടുക്കണം, ആരും മറക്കരുത്, മറ്റേ ഓഡിറ്റോറിൽ പോയി തൊലിക്കണം, മറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ അർജുൻ്റെ ഒക്കെ വരുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ട് ഫോർ ജിൻഡോ അല്ലെങ്കിൽ വോട്ട് ഫോർ ജാസ്മിൻ, വോട്ട് ഫോർ അർജുൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ ഒരു ആസ് യൂഷ്വൽ വന്നുകൊണ്ടിരുന്ന പോലെയൊക്കെയുള്ള പരിപാടികൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ആസ് യൂഷ്വൽ ഇവരുടെ വന്നുകൊണ്ടിരുന്ന രീതിയിലുള്ള കമൻറ്റുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജിൻഡോന് വേണ്ടിയിട്ട് വോട്ട് തണ്ടെന്നൊരു രീതിയുണ്ട്. പ്ലീസ് ജിൻഡോന് വോട്ട് ചെയ്യണം, പ്ലീസ് ജിൻഡോന് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു സാധനം. ആരും മറക്കരുത്, ജിൻഡോന് കപ്പ് കൊടുക്കണം, ജിൻഡോന് നിർബന്ധമായിട്ട് കപ്പ് കിട്ടണം, അടിപൊളിയായിട്ട് കിട്ടണം, ഇങ്ങനെ ഈ ഒരു സാധനം, ഈ ഒരു പാറ്റേണിലുള്ള സാധനം ഇപ്പം അർജുന് സപ്പോർട്ട് കിട്ടി തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ജിൻഡോന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വോട്ട് ആൾക്കാർ തെണ്ടി തുടങ്ങുന്ന കമൻറ്റുകൾ കാണുന്നത്. അപ്പം അതെന്താ PR ആണെന്ന് ഞാൻ പറയട്ടെ? സമ്മതിക്കൂ? എവിടെ സമ്മതിക്കണേ അല്ലേ? സമ്മതിക്കൂല. അതാണ് പ്രശ്നം. നാണമുണ്ട്. എവിടെ കിടക്കണു ജിൻഡോ, യാസ്മിൻ, അർജുൻ? എവിടെയോ കിടക്കുന്ന ആൾക്കാർ ഈ കമൻ്റ് ഇടുന്ന തുലിയന്മാർക്കൊന്നും അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരൊന്നും ഭാവിയിൽ അറിയാനും സാധ്യതയില്ല. അവർക്ക് കപ്പ് കിട്ടിയാലും അവർക്ക് ക്യാഷ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊന്നും ഇവന്മാർക്ക് ഒരു നേട്ടവും ഒരു ഗുണവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ലെന്ന്. ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, നത്തിങ്. ഒരു പ്രയോജനവും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുത്തിയിരുന്ന് കാണും. ഈ ഷോ ഫ്രോഡാണെന്ന് പറയുകയും ചെയ്യും. ഇത് ഫ്രോഡ് പരിപാടികളെല്ലാം സീസണിൽ ഇരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് വന്നിരുന്നിട്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയും വാരി തീട്ടവും വാരി ചാണകവും വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് അങ്ങോട്ട് സ്വയം വില കളയുകയും ചെയ്യും. ഇതാണല്ലേ സംഭവിക്കണത്. നിർത്ത്, മതിയാക്കി. ഷോ തീരാതെ കുറച്ച് ദിവസങ്ങളും കൂടിയിട്ടേ ഉള്ളൂ. കഷ്ടം. ശരി എന്നാൽ.